എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞറിഞ്ഞ് അതിനിപ്പോൾ ഞാൻ എന്താ വേണം തലയും കുത്തിക്കണോ? എൻ്റെ അമ്മേൻ്റെ അസുഖം മാറ്റണമെങ്കിൽ നീ പണിക്ക് പോകണം ബ്രോ. ഓക്കെ, അടുത്ത കമൻറ്റ്, വല്ലവരുടെയും പൈസ നോക്കിയിരിക്കുക, ഒരു പണിക്കും പോകണ്ട. ഓക്കെ, അടുത്തത്, പണിയെടുത്ത് ജീവിക്കടേ. ഓക്കെ, ഇതൊക്കെയാണ് അച്ചായന് പിന്നെ വന്നിട്ടുള്ള മെയിൻ കമൻറ്റുകൾ. പണിയെടുത്ത് ജീവിക്കടേ. എടേ പൊന്നപ്പികളെ, ഞാൻ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. അല്ല, ഫസിയുടെ കല്യാണത്തിന് ഫസി ഭയങ്കര ബിസിയാണ്. ഫസിക്ക് മറ്റേ ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്യണ്ടേ? അച്ഛനെ വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ ഇട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെ ഉള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അതാ പ്രശ്നം. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അമ്മ, ഈ അമ്മയായിട്ട് അറിയാം, അമ്മയായിട്ട് ബന്ധമുണ്ട്, അച്ഛനായിട്ട് ബന്ധമുണ്ട്. അയാളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സഹായം കിട്ടും, എന്നാലും ഞാൻ സഹായിക്കത്തില്ല. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് ബട്ടണെങ്കിലും ഇടുക. ഈ വീഡിയോ റീച്ച് ആകാൻ അത് വളരെയധികം സഹായകമാകും. ₹1 പോലും മുടങ്ങാതെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് പാഴാക്കി കളയൽ. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടേക്കുക, ജാടയില്ലാത്തവരെല്ലാം ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ. കൂടുതൽ ഞാൻ പറഞ്ഞ് ചളവാക്കുന്നില്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പിയുടെ കൂടെ നടന്ന അച്ചായൻ ഈ യൂട്യൂബിലൊരു വീഡിയോ ഇടുകയുണ്ടായി. ആ വീഡിയോയുടെ സാരാംശം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഫസ്മിന സാക്കിറിനെ വിളിക്കുന്നു. ഫസ്മിന സാക്കിർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പശുമ്പെ കല്യാണം കഴിച്ച പശുമ്പെ അല്ലല്ലോ, അതെന്തായിരുന്നത് അവൻ്റെ പേര് ഞാൻ പറഞ്ഞു, ചെറുക്കനെ കല്യാണം കഴിച്ച ഫസ്മിന. ഈ ഫസ്മിനയും അച്ചായനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഇതിവിടെ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു ഈ ഫസ്മിന എന്ന് പറയുന്നത്. അങ്ങനെ ഈ അച്ചായനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അച്ചായൻ ഒരു സഹോദരിയെ പോലെ കൊണ്ടു നടന്നതാണ് ഈ ഫസ്മിനെ വിളിക്കുന്നു. എന്തിനാണ് വിളിക്കുന്നത്? ഫസ്മിനയുടെ കല്യാണത്തിന് അച്ചായനെ വിളിച്ചില്ല. ഏത് മറ്റേ തൊപ്പിയുടെ കൂടെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞ് അതിനിപ്പോൾ ഞാൻ എന്താ വേണം തലയും കുത്തിക്കണോ? നിങ്ങളുടെ അമ്മയ്ക്ക് വയ്യാത്തതിനിപ്പോൾ ഞാൻ എന്താ വേണം? ആ ഒരു സ്റ്റൈലിലാണ് ഫസ്മിന സംസാരിക്കുന്നത്. അതായത് കുറേ നാൾ വളരെ അടുത്ത് പരിചയമുള്ള, തന്നെ സ്വന്തം സഹോദരിയെ പോലെ കണ്ട, താൻ സഹോദരനെ പോലെ കണ്ടുകൊണ്ടിരുന്ന, വളരെ അടുപ്പത്തിൽ കീപ്പ് ചെയ്ത ഒരാളുടെ മാതാവിന് വയ്യാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഒന്ന് വിളിച്ചന്വേഷിക്കുക എന്നുള്ളത് ഒരു മാനുഷിക പരിഗണനയാണ്. ഒരു കണക്കിൽ നോക്കിയാൽ അതൊരു ഫോർമാലിറ്റി തന്നെയാണ്. ആ ഫോർമാലിറ്റി പാലിക്കണമായിരുന്നു. ഇനി കല്യാണത്തിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതാണെന്ന് നമുക്കങ്ങ് അനുമാനിക്കാം. ബാക്കി പറ. ആശുപത്രി അഡ്മിറ്റ് ആണ്, ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. അല്ല, ഫസിയുടെ കല്യാണത്തിന് ഫസി ഭയങ്കര ബിസിയാണ്. ഫസിക്ക് മറ്റേ ഗെയിമിങ്ങിൻ്റെ പ്രൊമോഷൻ ചെയ്യണ്ടേ? അച്ചായനെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ 80,000-90,000 വരുന്ന സാധനം. അപ്പോൾ അച്ചായനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. അവിടെ ഗെയിം പെങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ പ്രൊമോഷൻ ചെയ്യണം, പുള്ളിക്കാരിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ പ്രൊമോഷൻ ചെയ്യണം, ഉമ്മമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ പ്രൊമോഷൻ ചെയ്യണം, കൊച്ചച്ഛൻ്റെ മോന് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ പ്രൊമോഷൻ ചെയ്യണം. സമയമില്ല ഹേ. എന്നാലും എന്നോടൊന്നും പറയാമല്ലോ, എല്ലാവരും നല്ലല്ലോ. അല്ല, എന്നെ വിട തങ്കും പതിയും കട്ട കമ്പനി അല്ലല്ലോ. എന്ത് കട്ട കമ്പനി ആയാലും മണ്ണ് കമ്പനി ആയാലും പാറ കമ്പനി ആയാലും പുള്ളിക്കാരിക്ക് വിളിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരി തിരക്കിലാണ്. പുള്ളിക്കാരിക്ക് ഒന്ന് ശ്വാസം വിടുന്നവരെ ഗെയിം കളിക്കണം. ഗെയിം കളിക്കാതെ പുള്ളിക്കാരിക്ക് ഒരു തവണ പോലും ഇങ്ങനെ ഒന്ന് വലിച്ചു വിടാൻ പോലും പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെ വിളിക്കാൻ സമയം? നമ്മൾ ബിസിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരും, നോക്കിയിരുന്നോ? കല്യാണം കഴിഞ്ഞ് ചേച്ചി വരും. അതായത് കല്യാണത്തിന് വിളിക്കത്തില്ല, നിങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ സഹോദരനെ പോലെ കണ്ട്. ഏത് സഹോദരൻ? ഒരു സാധനമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരാം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരണമെന്ന് നോക്കിയിരുന്നതാ. ബാക്കി പണം. എല്ലാവിധ ആശംസകളും. ഇതാണ് ആ കോള്. ഇതിന് ശേഷം ഈ ഫസ്മിന മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഈ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ ചാനലിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരി സഹോദരനെ പോലെ കണ്ട ഒരാൾ, പുള്ളിക്കാരൻ സഹോദരിയെ പോലെ കണ്ട ഒരാൾ, വളരെ ആത്മാർത്ഥ അടുപ്പമുള്ള ഒരാൾ ആ ആളെക്കുറിച്ച് പറയുന്നത് കേട്ടോണേ. അഭിസംബോധന ചെയ്യുന്നവർ ഇത്രയും ബഹുമാനത്തോടെ ഒരു എങ്ങനെ പോയാലും അച്ചായൻ ഇച്ചിരി ഏജ് കാണുമേ, പ്രായമായവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ഈ കുട്ടിയെ മാതൃകയാക്കണം. ഈ കുട്ടിയെ കണ്ട് നിങ്ങൾ പഠിക്കണം. അത്രയ്ക്ക് റെസ്പെക്റ്റോടെയാണ് വളരെയധികം പരിചയമുള്ള അനുഭവങ്ങളുള്ള ഏജുള്ള ഒരാളോട് സംസാരിക്കുന്നത്, അല്ല ആളെക്കുറിച്ച് സംസാരിക്കുന്നത്.
വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് ഞാൻ ഞങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ ഒരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അങ്ങനെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അയാളുടെ അതായത് നമ്മൾ ചേട്ടനെ പോലെ കണ്ട അയാളുടെ വീഡിയോ ഇടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളെന്തിനാണ് വീഡിയോ ഇടുന്നത്? നമുക്കിവിടെ ഗെയിമിൻ്റെ വീഡിയോ ഇടാൻ തന്നെ സമയമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്? അതിൻ്റെ യാതൊരു കാര്യവുമില്ല. ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ ഇട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അതാ പ്രശ്നം. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ, ഈ അമ്മയായിട്ട് അറിയാം, അമ്മയായിട്ട് ബന്ധമുണ്ട്, അച്ഛനായിട്ട് ബന്ധമുണ്ട്. അയാളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചില്ല, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റും, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സഹായം കിട്ടും, എന്നാലും ഞാൻ സഹായിക്കത്തില്ല. എന്തോ ആട്ടെ, എൻ്റെ ഇതൊന്നും ആവില്ലല്ലോ. നിങ്ങളുടെ ഈ പശുമ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും മനസ്സിലാക്കുന്ന ആളല്ലേ. പുള്ളിക്കാരൻ നല്ല ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് മാത്രമല്ല, എൻ്റെ പൊന്നച്ചായ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഒരു പ്രൊമോഷൻ പോലെ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇത് ചെയ്തു തന്നേനെ. അല്ലെങ്കിൽ പുള്ളിക്കാരി നിങ്ങൾക്ക് ബാക്കി പറ. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലോ. അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ, അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം. അവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മകളെ. അവൻ ഇട്ടേക്കുന്ന വീഡിയോ ഞാൻ കാണിക്കും. എന്താ വീഡിയോ? ഇതായത് തൊപ്പിയാണ് പറയുന്നത്. തൊപ്പിയുടെ കമ്പനിക്കാരനല്ലേ, എന്നിട്ട് തൊപ്പി പോലും ഒരു വീഡിയോ ഇട്ടില്ലല്ലോ. ഏത് പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്? അടുപ്പുള്ള ആളിട്ടില്ലല്ലോ. തൊപ്പി വീഡിയോ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. തൊപ്പി വീഡിയോ ഇട്ട സാധനം എന്ന് പറഞ്ഞാൽ തൊപ്പി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോടികൾ പോയി എന്ന് തൊപ്പി അവകാശപ്പെടുന്ന ദിവസം, തൊപ്പി ഡിപ്രഷൻ അടിച്ചിരുന്നു എന്ന് തൊപ്പി അവകാശപ്പെടുന്ന ദിവസം തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, കാണിക്കാം. ഇപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ലൈവില്, അച്ഛൻ്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ തൊപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുളകിനെ പറയാൻ കാരണം, തൊപ്പി ഇത് സ്റ്റോറി ആയിട്ട് മറ്റേ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ലിട്ട സ്റ്റോറി ഇട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തൊപ്പിയെ നമ്മൾ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. തൊപ്പി ഇട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറയേണ്ട കാര്യമില്ലോ. അത്രയും ക്ലോസിലുള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലെ. അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നില്ല. അങ്ങോട്ട് മാറിയിരുന്ന് 2 ഗെയിം കളിച്ചിട്ട് വാകുഞ്ഞേ. 2 ഗെയിം കളിച്ചിട്ട് ഒരു 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊട്ടങ്ങ് ഈ ദാനം ചെയ്യങ്ങട്ട്. മല്ലു കൊടുക്കുന്നുണ്ടല്ലേ, മല്ലു ഫാമിലി, അതുപോലെ കൊട്ടങ്ങട്ട്. 2 ഗെയിം കളിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതങ്ങോട്ട് കൊടുത്തു വന്നിട്ട്. അല്ല, നമ്മൾ വീഡിയോ ഇടേണ്ട കാര്യമില്ല, പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചാൽ മതി. പൈസ കൊടുത്തിരുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് അച്ചായൻ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഒരു മനുഷ്യന്റെ 2 മുഖങ്ങളാണ് ഇപ്പൊ 2 വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള് എന്തൊക്കെയല്ലേ, എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം. എന്നാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട്. അപ്പോൾ അച്ചായൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇച്ചിരി ഓവറായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ അച്ചായൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് നമ്മൾ വളരെ അടുപ്പത്തിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരിയെ പോലെ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹായം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അതിലേ പോയൊരു ആപ്പ് ഊരിയെടുത്ത് തിരികുകയും ചെയ്തു. ഈ ഒരു സാധനമാണ് നമ്മുടെ ഫസ്മിന ചേച്ചി ചെയ്തത്. ഇത് മാത്രമല്ല, നമ്മുടെ അച്ചായൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരുമ്പോൾ അച്ചായനെതിരാണ് ഗാലറി മൊത്തം. അപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിക്കാം. ഒരു കമൻറ്റ്: അമ്മ ICUയിൽ കിടക്കുമ്പോൾ മുഖം മൂടി അഴിക്കാൻ പോയ നിന്നെ വേണം അടിക്കാൻ. എൻ്റെ പൊന്നളിയാ, നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടടാ. കമൻ്റ് ഇട്ടാൽ നിനക്കൊരു ഇച്ചിരി ബോധം വേണ്ടേ? കാരണം അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതീവ ശോകമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ അമ്മയോട് വളരെ അടുപ്പമുള്ളൊരു നിലയിലാണ് ഈ പുള്ളി നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് 10 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും. ആ 10 ലക്ഷത്തിൽ 6 ലക്ഷം മാത്രമാണ് പിരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഏത് മുഖേനയും പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇയാളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സഹായിക്കുമെന്ന് കരുതുന്ന ആളുകൾ തന്നെ നമുക്കെതിരെ നിൽക്കുമ്പോൾ അയാൾക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം ഇമോഷൻ്റെ ഭാഗത്ത് അയാൾ പ്രതികരിക്കുന്ന പല തരത്തിലായിരിക്കും. അയാൾക്കത് യൂട്യൂബിലിടാൻ തോന്നി, അയാളത് യൂട്യൂബിലിട്ടു. അതിന് മീൻസ് അയാളുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? കൊള്ളാം, നന്നായിരിക്കുന്നു തന്നെ, നന്നായിരിക്കുന്നു. ഇനി അടുത്ത കമൻറ്റ്: നിൻ്റെ അമ്മേൻ്റെ അസുഖം മാറ്റണമെങ്കിൽ നീ പണിക്ക് പോകണം ബ്രോ. ഓക്കെ. അടുത്ത കമൻറ്റ്: വല്ലവരുടെയും പൈസ നോക്കിയിരിക്കുക, ഒരു പണിക്കും പോകണ്ട. ഓക്കെ. അടുത്തത്: പണിയെടുത്ത് ജീവിക്കടേ. ഓക്കെ. ഇതൊക്കെയാണ് അച്ചായന് പിന്നെ വന്നിട്ടുള്ള മെയിൻ കമൻറ്റുകൾ. പണിയെടുത്ത് ജീവിക്കടേ. പൊന്നപ്പികളെ, ഇതൊരു ജോലിയാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നുള്ളത് ജോലിയാണ്.
നിങ്ങളൊക്കെ ജോലിക്ക് പോയി സമ്പാദിക്കുന്നതിലുപരി അതിൻ്റെ ഇരട്ടി സമ്പാദിക്കുന്ന ആളുകൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളല്ല, അങ്ങനത്തെ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതൊരു പ്രൊഫഷനാണ്, ജോലിയാണ്. നീയൊക്കെ യൂട്യൂബിൽ വന്നിരുന്ന് കണ്ട് സന്തോഷിക്കാൻ ഇതൊരു സാധനമാകുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കാൻ ഇതൊരു സാധനമാകുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ വീഡിയോ പടച്ചു വിടുന്നുണ്ടല്ലേ. ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് ഇതിനകത്ത് വരുന്ന വീഡിയോസ് എല്ലാം. ഇതൊരു ജോലിയാണ് എന്ന് ഈ പണിക്ക് പോടെ എന്ന് പറയുന്ന വിവരം കെട്ടവന്മാർ മനസ്സിലാക്കുക. നിനക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് ആ തമ്മിൽ കണ്ടിട്ട് കുത്തി അതിനകത്ത് കയറി ഇത് കാണാൻ നിൽക്കുന്നത്? കാണാതിരുന്നാൽ പോരെ. ഇനി ഇത് മാത്രമല്ല, പണിക്ക് പോടെ എന്ന് പറയുന്നത്, ഇപ്പോൾ പണിക്ക് പോകുന്ന ഒരാൾ എൻ്റെ കയ്യിൽ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉണ്ടെന്ന് തന്നെ വെച്ചോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയുടെ ആവശ്യം വരുമ്പോഴത്തേന് ഞാൻ എവിടെ നിന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ നോക്കുന്ന സോഴ്സുകളൊന്നും നടന്നില്ല. ഇപ്പോൾ കൂടെ നിൽക്കുന്നവൻ നമുക്ക് പൈസ വാരിക്കോരി തരില്ല. ഈ തൊപ്പിയുടെ ഇതൊരു ആക്ടിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അച്ചായന് തൊപ്പി സഹായിച്ചിട്ടൊന്നുമില്ല. തൊപ്പി 1 ലക്ഷം പോലും കൊടുത്തിട്ടില്ലെന്നാണ് അച്ഛൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ പൈസ മുന്നോട്ട് കിട്ടാൻ ഒരു നിർവാഹവും ഇല്ലുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേനും സഹായിക്കാൻ ഒരുത്തം പോലും ഇല്ലാതിരുന്നിട്ട് നമ്മൾ വടിച്ച് പെറുക്കി നമ്മുടെ സേവിങ്സ് തീർത്തിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അങ്ങനെയുള്ള സമയത്തിൽ മുന്നോട്ട് ഒരു വഴിയില്ലാത്തപ്പോൾ ആൾക്കാർ യാചിക്കും. ഈ യാചിക്കുന്ന അവൻ നിൻ്റെ മര്യാദയ്ക്ക് നിൻ്റെ കയ്യിലുള്ള പൈസ ഇവിടെ ഇറ നല്ലല്ലോ ചോദിക്കുന്നേ. ആവശ്യമുള്ളവൻ കൊടുത്താൽ മതി. നിനക്ക് വിശ്വാസമുണ്ട്, നിനക്ക് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നീ കൊടുക്കാൻ നിൽക്കേണ്ട. പണിക്ക് പോയി ജീവിക്കട്ടെ എന്നുള്ള ഉണ്ടാക്കിയ ഡയലോഗ് ഒന്നും വേണ്ട. ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നതാണ്. ആ അവന്മാർക്കും വേണ്ടി ഞാൻ ഇത് സ്പോൺസർ ചെയ്യുന്നു. ഇതൊരു ജോലിയാണ് മുത്തേ. നിങ്ങൾ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ഈ വീഡിയോ ചെയ്യുന്നവർ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് അച്ചായൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാം. അപ്പോൾ ചോദിക്കും, അമ്മ വയ്യാതെ നടക്കുമ്പോൾ എന്തിനാ ഇൻ്റർവ്യൂ കൊടുത്തതെന്നോ? സുഹൃത്തുക്കളെ, ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് ഇവർക്ക് പൈസ കിട്ടും. അപ്പോൾ ഇയാൾ പൈസയ്ക്ക് വേണ്ടി പല വഴികളും നോക്കുന്നു. അമ്മയെ ചികിത്സിക്കാനായിട്ട് നോക്കുന്നത് കൊണ്ടാവാം ഇയാളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് കൂടെ മനസ്സിലാക്കുക. നമുക്കപ്പോൾ ഇൻ്റർവ്യൂ വെക്കാം. നിങ്ങൾ അമ്മയും മോനും ഒരു അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കാ ഞാൻ കോമഡി ആയിട്ടൊക്കെ പറയും, എൻ്റെ ക്രിമിനൽ പാർട്ട്ണറാന്നൊക്കെ പറയും. എന്തായാലും ഇതുപോലൊരു അമ്മയും മകനും ഉണ്ടാകാനായിട്ട് എനിക്ക് ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. സുഹൃത്തായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള ഒരാളായിട്ട്. പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ജോലി കളഞ്ഞിട്ടാണ് സിനിമയ്ക്കെന്ന് പറഞ്ഞ് പുറകിൽ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ മറ്റുള്ള ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കുറ്റം പറഞ്ഞെങ്കിലും എനിക്ക് നല്ല സ്ട്രോങ് പില്ലറായിട്ട് അമ്മയാണ്. ചില നാട്ടുകാർ തണ്ടുകൾ അങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ കാര്യം വെക്കണ്ട. നമ്മുടെ പാഷൻ്റെ പറയാൻ നമ്മൾ പോവുക. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അമ്മ വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള തൻ്റെ അമ്മ വയ്യാതെ കിടക്കുമ്പോഴത്തേനും ഏത് മുഖേനയും ആ അമ്മയെ രക്ഷിക്കണമെന്ന് നോക്കത്തുള്ളൂ. ആ ഹോസ്പിറ്റലിലെ ബില്ലടച്ചാൽ ഈ അമ്മയെ പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ഇയാൾ വന്ന് പൈസ ചോദിക്കുന്നത്. അമ്മയെ അല്ലെങ്കിൽ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവും. അല്ലാത്ത മക്കൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. സോ അതിൽ ഞാൻ കമൻ്റ് അടിക്കുന്നില്ല. അപ്പോൾ ഇയാൾ വളരെയധികം സ്നേഹിച്ച് ഇയാളൊരു സുഹൃത്തിനെ പോലെ കാണുന്ന ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ മാതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. ബാക്കി കാണാം. സുഹൃത്താണ് തൊപ്പി. ഇപ്പൊ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഡേ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി തന്നെ പറഞ്ഞത്. അപ്പൊ ആ തൊപ്പിക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? എല്ലാ സാധാരണക്കാരും ചോദിക്കണമല്ലോ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കണേ, അവൻ ഇത്ര രൂപ കിട്ടണുണ്ടല്ലോ, അവൻ എന്താ സഹായിച്ചൂടെ? ബ്രദറെ, എൻ്റെ അമ്മയാണ്, അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ അമ്മയാണ്, അത് അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. പക്ഷേ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവൻ എൻ്റെ അമ്മയെ കാണുന്നത്. ഞാൻ പറഞ്ഞ ആഴ്ചയിൽ 3 ദിവസം വെച്ചെങ്കിലും അവൻ ഇവിടെ വന്നിട്ട് 2 മണി 3 മണി നൈറ്റിലാണ് തിരിച്ചു പോകണേ. പിന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവന് നല്ല പനിയായതുകൊണ്ട്, അച്ഛാ എനിക്ക് പനിയാണ്, അപ്പോൾ അമ്മ ഇൻഫെക്ഷൻ പാടില്ല എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ താഴ്ത്തു വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആൾ കണ്ണൂർ പോയിരിക്കുക. പോണതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് വരാൻ പറ്റില്ല. കാര്യം ട്രെയിൻ ഉച്ചയ്ക്കായിരുന്നു, വൈകുന്നേരം ട്രെയിനെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് പോയിരിക്കുക. അപ്പം എന്താ പറയണ്ടേ, ആൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആളതനുസരിച്ചിട്ട് മറ്റൊരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവന് പറ്റുന്ന പോലെ, ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലാക്കണം, അവന് പറ്റുന്ന പോലെ അവൻ സഹായിച്ചിട്ടുണ്ട്. അത് എത്ര എമൗണ്ടാണെന്ന് പറയേണ്ട കാര്യമില്ല. അവന് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങൾ തന്ന് സഹായിച്ചു ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അതിൽ ഞാൻ സംതൃപ്തനാണ്. ഇപ്പം ഞാൻ ഈ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് 1 രൂപ തന്നവരുണ്ട്, 10,000 രൂപ തന്നവരുണ്ട്. ഈ 2 പേരെയും ഞാൻ ഒരേ മാനദണ്ഡത്തിലാണ് കാണുന്നത്.
അപ്പോൾ ലക്ഷങ്ങൾ പോലും കൊടുത്തിട്ടില്ല, അതായത് 1 ലക്ഷം പോലും ചേട്ടൻ കൊടുത്തില്ല. ചേട്ടൻ 1000ങ്ങളാണ് കൊടുക്കുന്നത്. ചേട്ടന് മാസം 30 ലക്ഷം രൂപ സാലറി ഉണ്ട്. ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഊരാൻ പറ്റുമായിരുന്നു, എന്നിട്ട് പോലും സഹായിച്ചില്ല. ചേട്ടൻ്റെ ക്രിപ്റ്റോ നാടകം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കത് നാടകമായിട്ട് തോന്നിയത്, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് തോന്നിക്കാണാം, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതാണ് ഈ അച്ചായൻ്റെ സംഭവിച്ചൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുള്ളിക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആൾക്കാരോട് പണം സഹായം അപേക്ഷിച്ചേടെ. നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്ക്, നിനക്ക് കൊടുക്കാൻ മനസ്സിലേക്ക് കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇത് ഫ്രോഡാണെന്ന് തെളിയിക്കാനുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അതും നമ്മുടെ ഇല്ല. സോ ഇതൊക്കെയാണ് സംഭവം. ഈ അച്ചായൻ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വില പല ആൾക്കാരും തിരിച്ചു കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ തൊപ്പിയെ സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ കണ്ടു, ഫസ്മിനെ സഹോദരിയെ പോലെ കണ്ടു. അവരുടെ പല പ്രശ്നങ്ങളിൽ നിന്നും ഈ കാസ്ട്രോയുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പിയിട്ട് അടിയെന്ന് പറഞ്ഞാൽ കാസ്ട്രോ തൊപ്പി അപമാനിച്ചുകൊണ്ട് മാത്രമാണ് അച്ചായൻ കയറി ആ വള്ളി പിടിച്ചത്. ആ ഒരു വള്ളി പ്രശ്നത്തിൽ നിന്ന് മാത്രം തൊപ്പി ഉണ്ടാക്കിയ കണ്ടൻറ്റുകൾ എടുത്താൽ അതിൽ നിന്ന് തന്ന വരുമാനം മാത്രം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അച്ചായന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയാനെ. എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങളായിട്ട് നടക്കുന്നത്. എല്ലാം ഫസ്മിന 2 ഗെയിം കളിക്കൂ, ചേട്ടന് പൈസ കൊടുക്കൂ, എല്ലാം സെറ്റിൽ ചെയ്യൂ, ഫുൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യൂ. 2 ഗെയിം, എന്തോ ടാങ്കോയോ തെലുങ്കാനയോ എന്താണ്ട് ഗെയിം ഉണ്ടല്ലോ, പശുമ്പയോട് പറഞ്ഞിട്ട് ചെയ്യ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ നാട്ടുകാരെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ഒരു സഹായം വന്നു കഴിഞ്ഞാൽ സഹായിക്കേണ്ട നാട്ടുകാരുണ്ടോ എന്നൊന്ന് മെൻഷൻ ചെയ്യുക. എൻ്റെ നാട്ടുകാർ ബലേബേഷ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേ.